നമസ്കാരം. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എസ്എഫ്ഐയുടെ കേരള സർവകലാശാല സമരത്തെ രൂക്ഷമായി വിമർശിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗവർണർക്കെതിരെ രാജ്ഭവനിൽ സമരം നടത്താം. യൂണിവേഴ്സിറ്റിയിൽ എന്തിനാണ് സമരാഭാസമെന്നും വി ഡി സതീശൻ. ഈ പരീക്ഷാ വിവാദം പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി സർക്കാർ, വിദ്യാർത്ഥികളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി. ബി സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന ബി വാർഡ് തല പ്രതിനിധികളുടെ യോഗത്തിൽ കേരള മിഷൻ 2025 അമിത്ഷാ പ്രഖ്യാപിക്കും. 2.5 മിനിറ്റിടെ 6 ഭാഗത്ത് മ്യൂട്ട്. JSK പുതുക്കിയ പതിപ്പ് സെൻസർ ബോർഡിന് സമർപ്പിച്ചു. തുടർച്ചയായി ജാനകി എന്ന പേര് മ്യൂട്ട് ചെയ്ത സിനിമയെ ബാധിക്കുമെന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ. വാർത്തകൾ വിശദമായി. ഗവർണർക്കെതിരായ SFIയുടെ കേരള സർവകലാശാല സമരത്തെ രൂക്ഷമായി വിമർശിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗവർണർക്കെതിരെ സമരം ചെയ്യണമെങ്കിൽ രാജ്ഭവന് മുന്നിൽ സമരം ചെയ്യണം. എന്തിനാണ് യൂണിവേഴ്സിറ്റിയിൽ പോയി ഈ സമരാഭാസം കാണിക്കുന്നതെന്നും സതീശൻ ചോദിച്ചു. സർവകലാശാലയിൽ ജോലി ചെയ്യുന്ന അധ്യാപകരെ എന്തിനാണ് ഈ ക്രിമിനലുകൾ തല്ലിയതെന്നും ഗവർണർക്കെതിരായ സമരത്തിൽ ജീവനക്കാരെയും മറ്റ് വിദ്യാർത്ഥികളെയും മർദ്ദിക്കുന്നത് എന്തിനാണെന്നും വി ഡി സതീശൻ ചോദിച്ചു. ആരോഗ്യരംഗത്തിനെതിരെ നടക്കുന്ന സമരങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് SFI സമരമെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. നിസാരമായ പ്രശ്നത്തിൻ്റെ പുറത്ത് ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു, 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന നിസാരമായ ഒരു പ്രശ്നത്തിൻ്റെ പുറത്ത് തുടങ്ങിയ സംഘർഷം ഇന്ന് കേരളത്തിലെ സർവകലാശാലകളെയും വിദ്യാർത്ഥികളെയും തടവിലാക്കിയിരിക്കുകയാണ്. രാജ്ഭവനും സർക്കാരും തമ്മിലുള്ള തർക്കം എന്തിനാണ് സർവകലാശാലകളിലേക്ക് വായിപ്പിക്കുന്നത്? അപ്പോൾ സർവകലാശാലയിൽ ഒരു ഫയൽ പോലും നീങ്ങുന്നില്ല. സർവകലാശാലയിലെ ഫയൽ രജിസ്ട്രാർക്ക് അയക്കണോ? ഏത് രജിസ്ട്രാർക്ക് അയക്കണം? പുതിയ വൈസ് ചാൻസലർ വെച്ച രജിസ്ട്രാർക്ക് അയക്കണോ, അല്ലെ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർക്ക് അയക്കണോ എന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ ആർക്കും അറിയില്ല. അപ്രോപ്രിയേറ്റ് അതോറിറ്റി തീരുമാനമെടുക്കും എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ട് ചാൻസലർ കൂടിയായ ഗവൺമെൻറ് ഒരു തീരുമാനവും ഇപ്പോൾ എടുക്കുന്നില്ല. ഈ വൈസ് ചാൻസലർ രാജ്ഭവൻ്റെ ആളാണ് എന്ന് പറഞ്ഞ് വൈസ് ചാൻസലർക്കെതിരായി സമരം നടത്തുകയാണ്. ഈ വൈസ് ചാൻസലർ ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആക്കിയത് ആരാണ്? പിണറായി ഗവൺമെൻറ് തന്നെയാണ് ആക്കിയത്. അദ്ദേഹത്തിന് അഡീഷണൽ ചാർജാണ് രാജ്ഭവൻ കൊടുത്തത്. അപ്പോൾ ഈ മോഹനൻ കുന്നുമ്മൽ എന്ന് പറയുന്ന വൈസ് ചാൻസലർക്കെതിരായി സമരം ചെയ്യുമ്പോൾ ആ വൈസ് ചാൻസലർ ഇപ്പോൾ സംഘപരിവാറാണ് എന്നാണ് SFIയും CPMും ആക്ഷേപിക്കുന്നത്. സംഘപരിവാറുകാരനാണ് വൈസ് ചാൻസലറെങ്കിൽ അദ്ദേഹത്തെ ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആക്കിയത് ആരാണ്? പിണറായി സർക്കാരാണ് ആക്കിയത്. അപ്പോൾ അദ്ദേഹം പരിശോധിച്ചില്ലേ? സംഘപരിവാറുകാരനാണ്, സംഘിയാണ് എന്ന് പരിശോധിച്ചില്ലേ? അപ്പോൾ ഇവർ തന്നെയാണ് കുഴപ്പത്തിന്. കിം പരീക്ഷയുടെ ഫലം എന്താണ് സ്ഥിതി? സർക്കാർ ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അവസാന ഘട്ടത്തിൽ പ്രോസ്പെക്ടസ് തിരുത്തി എത്രയോ കുട്ടികളുടെ ഭാവിയാണ് അനിശ്ചിതത്വത്തിലായത്. എന്തൊരു സംഘർഷമാണ്! എത്രയോ കുടുംബങ്ങളിലാണ് ആളുകൾക്കെല്ലാം മാനസികമായ സംഘർഷം, കുട്ടികൾക്കും. എന്നിട്ട് ഇപ്പോഴും ന്യായീകരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഒരു റിപ്പോർട്ടും ഇല്ല. ഇങ്ങനെ ഈ പ്രോസ്പെക്ടസിൽ ഭേദഗതി വരുത്തരുത് എന്നാണ് അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിരുന്നത്. എന്നിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഭേദഗതി വരുത്തിയത്? ഭേദഗതി വരുത്തി ആ കിം പരീക്ഷാ ഫലത്തെ മുഴുവൻ അട്ടിമറിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കൂടി ഇവർ കുളമാക്കി മാറ്റി. താൻ RSS ഏജന്റാണെന്ന ക്യാപ്സൂൾ കേരളത്തിൽ ഓടില്ലെന്നും സതീശൻ പറഞ്ഞു. 1977 RSS പിന്തുണയോടെ ജയിച്ച ആളല്ലേ പിണറായി വിജയൻ? മസ്കറ്റിൽ വെച്ച് RSS നേതാക്കളുമായി ചർച്ച നടത്തിയ ആളല്ലേ അദ്ദേഹം? നിതിൻ ഗഡ്കരിക്ക് പൊന്നാടയുമായി പോയത് ആരാണ്? താൻ ഗവർണറോടൊപ്പവും നിർമ്മലാ സീതാരാമനോടൊപ്പവും പുട്ടും കടലും കഴിക്കാൻ പോയ ആളല്ല. അപ്പോൾ RSS ഏജന്റ് ആരായിരുന്നുവെന്ന് SFIക്കാരോട് ചോദിക്കണമെന്നായിരുന്നു വി ഡി സതീശന്റെ പ്രതികരണം. കിം പരീക്ഷാഫലം റദ്ദാക്കിയത് വിദ്യാർത്ഥികളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയെന്ന മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാന സർക്കാരാണ് പ്രശ്നത്തിന്റെ ഉത്തരവാദിയെന്നും കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി. വിഷയത്തെ സർക്കാർ കൈകാര്യം ചെയ്യുന്ന രീതി ശരിയല്ല. ഇരയാകുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗമാണ്. ഇത് കണ്ടാൽ വിദ്യാർത്ഥികൾ എങ്ങനെ കേരളത്തിൽ പഠിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി ചോദിച്ചു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി. ഗവർണർ കാവ്യവൽക്കരണം നടത്തുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണിതെന്നും UDF ഇന്നലെ വിഷയം ചർച്ച ചെയ്തുവെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ നടക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി. ശ്രദ്ധ തിരിക്കാൻ സർക്കാർ ഉണ്ടാക്കിയതാണ് വിവാദം. രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം കൊണ്ട് കുട്ടികൾക്ക് മടുപ്പാണെന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാർ എടുത്തത് ജനാധിപത്യ വിരുദ്ധ നിലപാടാണെന്നും കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി. മതവിദ്യാഭ്യാസവും സ്കൂൾ വിദ്യാഭ്യാസവും ക്ലാഷ് ഇല്ലാത്ത രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. സമസ്തയുടെ സമരം ന്യായമാണെന്നും വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു. അത് ഗവൺമെൻറ് ആകെ ബംഗിൾ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ വളരെയധികം
കൺഫ്യൂഷൻ വിദ്യാർത്ഥികളുടെ ഇടയിലുണ്ടായി. മാത്രമല്ല ഒരു പരിഷ്കാരം ഗവൺമെൻറ് ആലോചിച്ചിരുന്നു എങ്കിൽ അത് ദിവസങ്ങൾക്ക് മുമ്പ് ആലോചിച്ച് അതിൻ്റെ ഗ്രൗണ്ട് ഒരുക്കി ചെയ്യേണ്ടതായിരുന്നു. അതിനു പകരം കോടതി നടത്തിയ പ്രയോഗം വളരെ കറക്റ്റാണ്. കളി തുടങ്ങിയതിന് ശേഷം കളി നിയമം മാറ്റുക എന്ന് പറഞ്ഞ പോലെ ചെയ്തതിൻ്റെ ഫലം അനുഭവിക്കുന്നത് വിദ്യാർത്ഥികളാണ്. വേണ്ട സ്ഥലത്ത് അഡ്മിഷൻ, വേണ്ട സ്ഥലത്ത് അവരുടെ പ്രീ പ്ലാനിങ് എല്ലാത്തിനെയും ബാധിക്കുന്ന തരത്തിലുള്ള വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയതിന് ഗവൺമെൻറ്റാണ് ഉത്തരവാദി. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഇതൊക്കെ എത്രയോ കാലമായിട്ട് തീരുമാനം കാത്തു കിടന്ന ഫയൽ വച്ച് താമസിപ്പിച്ച് അവസാനം വന്ന് തീരുമാനം. പരിഷ്കാരം വേണോ വേണ്ടേ എന്നുള്ളതല്ല പ്രശ്നം, അത് കൈകാര്യം ചെയ്ത രീതിയാണ് വളരെ മോശമായി പോയത്. കീം ഫോർമുല മാറ്റവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊണ്ടത് എല്ലാ കുട്ടികൾക്കും നീതി ലഭിക്കാൻ വേണ്ടിയെന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ശാസ്ത്രീയമായ ഫോർമുലയെ മുൻനിർത്തിയാണ് തീരുമാനമെടുത്തതെന്നും എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാനുള്ള ബാധ്യത തനിക്കില്ലെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. BJP സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നാളെ ഉദ്ഘാടനം ചെയ്യുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തുടർന്ന് പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന BJP വാർഡ് തല പ്രതിനിധികളുടെ യോഗത്തിൽ കേരളം മിഷൻ 2025 അമിത് ഷാ പ്രഖ്യാപിക്കും. ഏറെ നാളായി സംസ്ഥാനത്തെ BJP പ്രവർത്തകർ കാത്തിരിക്കുന്ന BJP സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നാളെ ഉദ്ഘാടനം ചെയ്യുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനങ്ങളുടെ പരാതികൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് പുതിയ ആസ്ഥാന മന്ദിരത്തിലുണ്ടാകും. ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന BJP വാർഡ് തല പ്രതിനിധികളുടെ യോഗത്തിൽ കേരളം മിഷൻ 2025 അമിത് ഷാ പ്രഖ്യാപിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റത്തിനൊരുങ്ങുന്ന BJPയുടെ സംഘടനാതല പ്രചരണത്തിന് നാളെ ഔദ്യോഗികമായി തുടക്കമാകും. ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിലെ 5000 വാർഡ് പ്രതിനിധികൾ വീതം സമ്മേളനത്തിൽ പങ്കെടുക്കും. ബാക്കിയുള്ള 10 ജില്ലകളിലെയും വാർഡ് പ്രതിനിധികൾ പഞ്ചായത്ത് തലത്തിൽ ഒന്നിച്ച് യോഗത്തിൽ വെർച്വലായി പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന BJP സംസ്ഥാന നേതൃയോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. തിരുവനന്തപുരത്തെ പരിപാടികൾ പൂർത്തിയാക്കി വൈകിട്ട് 4 മണിയോടെ അമിത് ഷാ മടങ്ങും വഴി കണ്ണൂരിൽ ഇറങ്ങി തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം ദർശനം നടത്തി രാത്രിയോടെ ഡൽഹിക്ക് തിരികെ പോകും. സംസ്ഥാന കമ്മിറ്റി ഓഫീസായ മാരാർജി ഭവന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നാളെ കാലത്ത് 11 മണിക്ക് ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ അമിത് ഷാജി നിർവഹിക്കുകയാണ്. 2017 അന്ന് പാർട്ടി പ്രസിഡന്റായിരുന്ന അമിത് ഷാജി തന്നെയാണ് ഈ മാരാർജി മന്ദിരത്തിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചിട്ടുള്ളത്. തൊള്ളായിരത്തി 98-99 കാലഘട്ടത്തിലാണ് ഈ സ്ഥലം പാർട്ടി വിലക്ക് മേടിച്ചത്. കേരളത്തിലെ പാർട്ടി പ്രവർത്തകന്മാരുടെ അശ്രാന്തമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് തിരുവനന്തപുരം നഗരത്തിലെ ഈ കണ്ണായ സ്ഥലത്ത് അന്ന് ഈ സ്ഥലം വാങ്ങിക്കാൻ പാർട്ടിക്ക് സാധിച്ചത്. ശ്രീ CK പത്മനാഭൻ പ്രസിഡന്റും PP മുകുന്ദൻ ജനറൽ സെക്രട്ടറിയുമായിരുന്ന ആ കാലഘട്ടത്തിലാണ് സ്വന്തമായി ഒരു ആസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ആരംഭിക്കുകയും ഈ സ്ഥലവും ഈ സ്ഥലത്തുള്ള ബിൽഡിങ്ങും അന്ന് വിലക്ക് മേടിക്കുകയും ചെയ്തത്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന്റെ പുതുക്കിയ പതിപ്പ് സെൻസർ ബോർഡ് സമർപ്പിച്ചു. കോടതിയിൽ വിചാരണ നടക്കുന്ന ഭാഗത്ത് അനുപമ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ പേരെടുത്ത് വിളിക്കുന്ന ഭാഗം മ്യൂട്ട് ചെയ്തു. 2.5 മിനിറ്റിനിടെ 6 ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ മ്യൂട്ട്. തുടർച്ചയായി ജാനകി എന്ന പേര് മ്യൂട്ട് ചെയ്തത് സിനിമയെ ബാധിക്കുമെന്നാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പറയുന്നത്. ചിത്രത്തിന്റെ സബ് ടൈറ്റിലും മാറ്റിയിട്ടുണ്ട്. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് മാറ്റിയിരിക്കുന്നത്. ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തിന്റെ പേര് ജാനകി എന്ന് ഉപയോഗിക്കുന്നതിന് പകരം കഥാപാത്രത്തിന്റെ മുഴുവൻ പേരായ ജാനകി വിദ്യാധരൻ എന്നോ ജാനകി വി എന്നോ ഉപയോഗിക്കണമെന്നായിരുന്നു സെൻസർ ബോർഡ് നിർദ്ദേശിച്ചത്. ജാനകിയുടെ പേര് ഉപയോഗിക്കുന്ന കോടതി രംഗത്തിലെ ഒരു സംഭാഷണം മാറ്റുകയോ മ്യൂട്ട് ചെയ്യുകയോ വേണമെന്നും സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിരുന്നു. ഇതിനെതിരെ ചിത്രത്തിൽ നിർമ്മാതാക്കൾ കോടതിയെ സമീപിച്ചു. കേസ് കോടതി പരിഗണിച്ചപ്പോൾ ടൈറ്റിൽ മാറ്റുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് നിർമ്മാതാക്കൾ കോടതിയെ അറിയിച്ചിരുന്നു. ജാനകി എന്ന പേര് ഉപയോഗിക്കുന്ന 96ഓളം ഭാഗങ്ങളിലും കട്ട് വേണ്ടിവരുമെന്നും നിർമ്മാതാക്കൾ അറിയിച്ചു. ഇതോടെയാണ് ടൈറ്റിൽ വി എന്ന് ചേർത്താൽ മതിയാകുമെന്ന് സെൻസർ ബോർഡ് വ്യക്തമാക്കിയത്.
കോടതി രംഗങ്ങളിൽ പേരുപയോഗിക്കുന്ന ഒരു ഭാഗം മ്യൂട്ട് ചെയ്താൽ മതിയെന്നും സെൻസർ ബോർഡ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതോടെയാണ് ചിത്രത്തിന്റെ പേര് മാറ്റാൻ തയ്യാറാണെന്ന് നിർമ്മാതാക്കൾ കോടതിയെ അറിയിച്ചത്. വിചാരണ രംഗങ്ങളിൽ ജാനകി എന്ന പേര് ഉപയോഗിക്കുന്ന ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യണമെന്നും നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. സുരേഷ് ഗോപി, അനുപമ പരമേശ്വർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രം ജാനകി എന്ന പേരിലാണ് കുടുങ്ങിയത്. പീഡനത്തിനിരയായി ഗർഭിണിയായ യുവതിയെയാണ് അനുപമ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ കഥാപാത്രത്തിന് ജാനകി എന്ന പേര് നൽകിയതാണ് വിവാദമായത്. M5 ന്യൂസ്, കൊച്ചി. കേരള സർവകലാശാലയിലെ രജിസ്ട്രാർ വൈസ് ചാൻസലർ പോര് രൂക്ഷം. VC എതിർത്തെങ്കിലും സർവകലാശാല ദൈനംദിന പ്രവർത്തനങ്ങളിൽ രജിസ്ട്രാർ KS അനിൽകുമാർ നിയന്ത്രിച്ചു തുടങ്ങി. എന്നാൽ രജിസ്ട്രാർ തീർപ്പാക്കുന്ന ഫയലുകൾ മാറ്റിവെക്കാനാണ് VCയുടെ നിർദ്ദേശം. വൈസ് ചാൻസലർ താൽക്കാലിക രജിസ്ട്രാറായി നിയമിച്ച ഡോക്ടർ മിനി കാപ്പന ID നൽകുന്ന ജീവനക്കാരുടെ സംഘടനാ നേതാക്കൾ വിലക്കിയതും ആരോപണമുണ്ട്. രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്ത് എത്തരുതെന്ന് വൈസ് ചാൻസലർ നിർദ്ദേശിച്ചിരുന്നു. കൂടാതെ രജിസ്ട്രാറുടെ ചേംബറിലേക്ക് ആരെയും കടത്തിവിടരുതെന്ന ഉത്തരവ് സുരക്ഷാ ജീവനക്കാർക്കും വൈസ് ചാൻസലർ നൽകി. പക്ഷേ ഈ രണ്ട് ഉത്തരവും പാലിക്കപ്പെട്ടിട്ടില്ല. KS അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തെത്തി ഡിജിറ്റൽ സിഗ്നേച്ചർ തിരിച്ചെടുത്ത ഫയലുകളും തീർപ്പാക്കി തുടങ്ങി. ഇതോടെ മോഹൻ കുന്നുമ്മൽ തുടർ നടപടി തുടങ്ങി. രജിസ്ട്രാർ തീർപ്പാക്കുന്ന ഫയലുകൾ മാറ്റിവെക്കണം. തനിക്ക് KS അനിൽകുമാർ നോക്കുന്ന ഫയലുകൾ അയക്കരുത്. അടിയന്തര ഫയലുകൾ ഉണ്ടെങ്കിൽ ജോയിന്റ് രജിസ്ട്രാർ നേരിട്ട് തനിക്ക് അയക്കണമെന്ന് മോഹൻ കുന്നുമ്മൽ നിർദ്ദേശിച്ചു. രജിസ്ട്രാറുടെ ചേംബറിലേക്ക് പോകരുതെന്ന VCയുടെ നിർദ്ദേശം അനിൽകുമാറിനെ അറിയിച്ചെങ്കിലും അത് അനുസരിക്കാതെയാണ് ചേംബറിലേക്ക് പോയതെന്നും റിപ്പോർട്ട് നൽകി. സെക്യൂരിറ്റി ഓഫീസർ വൈസ് ചാൻസലർക്കാണ് റിപ്പോർട്ട് നൽകിയത്. മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല നൽകി ഇന്നലെ ഉത്തരവ് ഉറപ്പാക്കിയിരുന്നു. പക്ഷേ നടപ്പായില്ല. വിദേശ പര്യടനത്തിന് ശേഷം തിരിച്ചെത്തിയ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഇതുവരെയും സർവകലാശാല ആസ്ഥാനത്ത് എത്തിയിട്ടില്ല. M5 ന്യൂസ്, തിരുവനന്തപുരം. ശശി തരൂർ MPക്കെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. പാർട്ടിക്കുള്ളിൽ ശ്വാസം മുട്ടുന്നുണ്ടെങ്കിൽ പാർട്ടി വിടണമെന്നും ഇഷ്ടമുള്ള രാഷ്ട്രീയം സ്വീകരിക്കണമെന്നും K മുരളീധരൻ ആവശ്യപ്പെട്ടു. നിലവിലെ തരത്തിൽ മുന്നോട്ട് പോകുന്നത് പാർട്ടിക്കും തരൂരിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തരൂർ കോൺഗ്രസ് നേതാക്കളെ ഒഴിച്ച് എല്ലാവരെയും സ്തുതിക്കുന്നു. മോദിയെയും പിണറായിയെയും സ്തുതിക്കുന്നു. തരൂർ വിഷയം ഇനി കോൺഗ്രസ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെന്നും മുരളീധരൻ പ്രതികരിച്ചു. ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ പരിപാടി ബഹിഷ്കരിച്ചുവെന്ന വാർത്തകൾ തള്ളി മന്ത്രി V ശിവൻകുട്ടിയും. മന്ത്രിസഭാ യോഗം നീണ്ടുപോയതിനാലാണ് ഇന്നലെ മസ്കറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയതെന്നും അത് ഇന്നലെ തന്നെ വ്യക്തമാക്കിയെന്നും മന്ത്രി പറഞ്ഞു. ഫേസ്ബുക്കിലൂടെയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. മന്ത്രിസഭാ യോഗം നീണ്ടുപോയതിനാലാണ് ഇന്നലെ മസ്കറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയതെന്നും അത് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. നിലപാട് പറയേണ്ടിടത്ത് ചെല്ലാനും പറയാനുള്ളത് പറയാനും ഇന്നലെ മടിച്ചിട്ടില്ല. ഇന്ന് മടിക്കുന്നുമില്ല. നാളെ മടിക്കുകയില്ലെന്നും മന്ത്രി പറഞ്ഞു. ഫേസ്ബുക്കിലൂടെയായിരുന്നു മന്ത്രി ശിവൻകുട്ടിയുടെ പ്രതികരണം. വ്യാഴാഴ്ച മസ്കറ്റ് ഹോട്ടലിൽ ഗവർണർ പങ്കെടുത്ത പരിപാടി മന്ത്രി V ശിവൻകുട്ടി ബഹിഷ്കരിച്ചുവെന്നായിരുന്നു വാർത്ത. ഫസ്റ്റ് എയ്ഡ് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന സംഘടനയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. മന്ത്രി V ശിവൻകുട്ടിയെ അധ്യക്ഷനായും ഗവർണറെ ഉദ്ഘാടകനുമായിരുന്നു നിശ്ചയിച്ചിരുന്നത്. രാജ്ഭവനിൽ സംഘടിപ്പിച്ച സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പരിപാടി ബഹിഷ്കരിച്ച മന്ത്രി ഗവർണർ പങ്കെടുത്ത മറ്റൊരു പരിപാടിയും ബഹിഷ്കരിച്ചുവെന്ന നിലയിലായിരുന്നു വാർത്തകൾ പുറത്തുവന്നത്. ഇതോടെയാണ് വിശദീകരണവുമായി മന്ത്രി രംഗത്തെത്തിയത്. M5 ന്യൂസ്, തിരുവനന്തപുരം. സ്കൂൾ സമയമാറ്റത്തിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി. സർക്കാർ ഏകപക്ഷീയമായി തീരുമാനമെടുത്തതോടെയാണ് സമസ്ത പ്രത്യക്ഷ സമരത്തിനിറങ്ങിയത്. സർക്കാർ ഉത്തരവ് പിൻവലിക്കുന്നവരെ സമരം തുടരുമെന്നും നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു. കളക്ടറേറ്റ് മാർച്ച്, സെക്രട്ടേറിയറ്റ് ധർണ ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ ആവിഷ്കരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയ്ക്ക് പോലും തയ്യാറാകാത്ത വിധത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നത് ഖേദകരമാണ്. അതുകൊണ്ട് തന്നെ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സാധ്യതയെന്നും അദ്ദേഹം വ്യക്തമാക്കി. മതപഠനത്തിന് കുറഞ്ഞ സമയമാണ് ലഭിക്കുന്നതെന്നും ഇനിയും സമയം കുറയ്ക്കുന്നത് മദ്രസ പഠനത്തെ സാരമായി ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി AP സമസ്തയും രംഗത്തെത്തി. വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ ആലോചനയോടെ വേണമെന്നും കാന്തപുരം വിഭാഗം വ്യക്തമാക്കി. മാറ്റങ്ങൾ കൃത്യമായ പഠനത്തിന്റെയും വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തിൽ ആകണം. മാറ്റങ്ങളിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്ക പരിഹരിക്കണം എന്നിങ്ങനെയാണ് നിർദ്ദേശം. വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് രാസലഹരി ഒഴുകുന്നു. ലഹരിക്കടത്തിന്റെ കേന്ദ്രങ്ങളായി വിമാനത്താവളങ്ങൾ മാറുന്നു. കസ്റ്റംസിന്റെ കണ്ണുവെട്ടിച്ചാണ് ലഹരിക്കടത്ത് നടക്കുന്നത്. ലഹരി പരിശോധനയ്ക്ക് ഡോഗ് സ്ക്വാഡിനെ വിന്യസിക്കാനാണ് നീക്കം. തൂത്തുക്കുടി, തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി, കരിപ്പൂർ വിമാനത്താവളങ്ങൾ വഴിയാണ് ലഹരിക്കടത്ത്. കസ്റ്റംസിന്റെ കണ്ണുവെട്ടിച്ചാണ് ലഹരിക്കടത്ത് നടക്കുന്നത്. രാസലഹരി കണ്ടെത്താൻ പരിശോധന ശക്തമാക്കാനാണ് കസ്റ്റംസിന്റെ നീക്കം. ലഹരി പരിശോധനയ്ക്ക് ഡോഗ് സ്ക്വാഡിനെ വിന്യസിക്കാനാണ് നീക്കം. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്നും രാസലഹരി നേരെ ഒമാനിലെത്തി അവിടെ നിന്നുമാണ് കേരളത്തിലേക്ക് എത്തിക്കുന്നത്. തൂത്തുക്കുടി, തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി, കരിപ്പൂർ വിമാനത്താവളങ്ങൾ വഴിയാണ് ലഹരിക്കടത്ത് നടക്കുന്നത്. ഹൈബ്രിഡ് കഞ്ചാവും MDMA ഉൾപ്പെടെ ഏറ്റവും പുതിയ സിന്തറ്റിക് ലഹരികളാണ് സംസ്ഥാനത്തേക്ക് എത്തുന്നത്. ബംഗളൂരിലടക്കം സിന്തറ്റിക് ലഹരികൾ നിർമ്മിക്കുന്നുണ്ട്. എന്നാൽ കൂടുതൽ ലഹരി വരുന്നത് വിദേശത്തു നിന്നാണ്. ഏറ്റവും കൂടുതൽ ലഹരി പിടിക്കുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നാണ്. എക്സ്റേ സ്കാനിങ്ങിൽ രാസലഹരി കണ്ടെത്താനാവില്ല. നെടുമ്പാശ്ശേരിയിൽ കസ്റ്റംസിന് ഡോഗ് സ്ക്വാഡ് ഉണ്ട്. തിരുവനന്തപുരത്ത് ഡോഗ് സ്ക്വാഡ് ഇല്ല.
ഡോഗ് സ്ക്വാഡിനെ സംസ്ഥാനത്തെ എല്ലാ വിമാനത്താവളങ്ങളിലേക്കും വിന്യസിക്കാനാണ് കസ്റ്റംസ് തീരുമാനം. പരിശീലനം ലഭിച്ച നായ്ക്കളെ കൊണ്ടുവന്നാൽ ലഹരി കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കുമെന്നാണ് കസ്റ്റംസ് വിലയിരുത്തൽ. M5 ന്യൂസ്, തിരുവനന്തപുരം. ബലാത്സംഗ ആരോപണം തെറ്റാണെങ്കിൽ കുറ്റവിമുക്തനാക്കിയാലും ജീവിതത്തെയാകെ ബാധിക്കുമെന്ന ഹൈക്കോടതി. അത്തരമൊരു കേസിൽ അറസ്റ്റിലായാൽ അതിന്റെ കറ ജീവിതത്തിലൊരിക്കലും കഴുകിക്കളയാനാകില്ലെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഉത്തരവിൽ വ്യക്തമാക്കി. ബലാത്സംഗ കേസിൽ പ്രതിയായ മലപ്പുറം സ്വദേശിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ച ഉത്തരവിലാണ് കോടതിയുടെ നിരീക്ഷണം. ഉഭയസമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം ബലാത്സംഗ ആരോപണം ഉന്നയിക്കുന്ന കേസിൽ കോടതികൾ ജാഗ്രത കാണിക്കണമെന്ന് സിംഗിൾ ബെഞ്ച് പറഞ്ഞു. സാഹചര്യം പരിശോധിക്കാതെ ജാമ്യ ഹർജിയിൽ തീരുമാനമെടുക്കുന്നത് ആരോപണത്തിന് ഇരയാകുന്നവരുടെ വ്യക്തിത്വത്തെ നശിപ്പിക്കുമെന്നും കോടതി പറഞ്ഞു. ഹർജിക്കാരനുമായി സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട തിരുവനന്തപുരം സ്വദേശിയായ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നു പരാതിക്കാരി. വിവാഹിതയായ ഇവർ ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു. നവംബറിൽ ഹർജിക്കാരനൊപ്പം വയനാട്ടിലേക്ക് പോകും വഴി ഹോട്ടൽ മുറിയിൽ വെച്ച് തന്നെ ബലാത്സംഗം ചെയ്തുവെന്നായിരുന്നു യുവതിയുടെ പരാതി. ഉഭയസമ്മത ബന്ധമായിരുന്നു ഉണ്ടായിരുന്നതെന്ന പരാതിക്കാരുടെ മൊഴിയിൽ വ്യക്തമായിരുന്നുവെന്ന് കോടതി വിലയിരുത്തി. M5 ന്യൂസ്, കൊച്ചി. കോടതി വളപ്പിൽ മാവോയിസ്റ്റ് അനുകൂല പോസ്റ്റർ. കോഴിക്കോട് ജില്ലാ കോടതി വളപ്പിലാണ് മാവോയിസ്റ്റ് അനുകൂല പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. സംഭവത്തിൽ കോഴിക്കോട് ടൗൺ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് ജില്ലാ കോടതി വളപ്പിലാണ് മാവോയിസ്റ്റ് അനുകൂല പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. വക്കീൽ ഗുമസ്തരുടെ കെട്ടിടത്തിനോട് ചേർന്നാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. മാവോയിസ്റ്റുകളുമായി സമാധാന ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാണ് പോസ്റ്ററിലെ പ്രധാന ആവശ്യം. വെടിനിർത്തൽ പ്രഖ്യാപിക്കുക, ഓപ്പറേഷൻ ഖഹർ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പോസ്റ്ററിൽ ഉന്നയിച്ചിട്ടുണ്ട്. ജൂൺ 21 കോഴിക്കോട് കൈരളി തിയേറ്റർ വേദി ഹാളിൽ നടന്ന പ്രതിരോധ കൺവെൻഷൻ പരിപാടിയുടെ പോസ്റ്ററാണ് കോടതി വളപ്പിൽ പതിച്ചിരിക്കുന്നത്. പോസ്റ്റർ പതിച്ച സംഭവത്തിൽ കോഴിക്കോട് ടൗൺ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോസ്റ്ററിൽ സംഘടനകളുടെ പേരുകളൊന്നും അച്ചടിച്ചിട്ടില്ല. ഏതാനും ദിവസം മുൻപ് മാത്രം പതിച്ചതാണ് ഈ പോസ്റ്ററുകൾ എന്നാണ് പോലീസിന്റെ നിഗമനം. M5 ന്യൂസ്, കോഴിക്കോട്. കടുവ കടിച്ചു കൊന്ന ചോക്കാട് കല്ലമൂല കളപ്പറമ്പിൽ ഗഫൂർ അലിയുടെ ഭാര്യ ഉള്ളാട്ടിൽ അന്നത്തിന് വനം വകുപ്പിൽ താൽക്കാലിക ജീവനക്കാരിയായി ജോലിയിൽ പ്രവേശിച്ചു. നിലമ്പൂർ സൗത്ത് DFO ധനിക് ലാലിന്റെ ഓഫീസിലെത്തിയാണ് ജോലിയിൽ പ്രവേശിച്ചത്. വനം മന്ത്രി AK ശശീന്ദ്രൻ ഗഫൂർ അലിയുടെ വീട്ടിലെത്തി ഹന്നത്തിന് ജോലി ഉറപ്പ് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജോലിയിൽ പ്രവേശിച്ചത്. കഴിഞ്ഞ മെയ് 15-നാണ് കാളിക്കാവ് അടക്കാക്കുണ്ട് എസ്റ്റേറ്റിൽ വെച്ച ടാപ്പിങ്ങിനിടയിൽ ഗഫൂർ അലിയെ കടുവ കടിച്ചു കൊന്നത്. സഹോദരങ്ങളായ അർഷൽ നാഷി, NCP നേതാക്കളായ പരുന്തൻ നൌഷാദ്, കണ്ണിയൻ കരീം എന്നിവരും വനംവകുപ്പ് ഓഫീസിലെത്തിയിരുന്നു. നിലമ്പൂർ സൗത്ത് ഡിവിഷൻ ഓഫീസിലാണ് നിയമനമെന്ന് സൗത്ത് DFO ധനിക് ലാൽ പറഞ്ഞു. M5 ന്യൂസ്, മലപ്പുറം. ലുധിയാനയിൽ മരുമകളെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർതൃമാതാപിതാക്കളും ബന്ധുവും അറസ്റ്റിൽ. പഞ്ചാബിലെ ലുധിയാനയിലെ ആരതി ചൌക്കിലാണ് 30-കാരിയായ രേഷ്മയെ കൊലപ്പെടുത്തിയ ശേഷം ചാക്കിൽ കെട്ടി റോഡരികിൽ തള്ളിയത്. യുവതിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ചാക്കിലാക്കുകയായിരുന്നു. സംഭവത്തിൽ രേഷ്മയുടെ ഭർതൃപിതാവ് കൃഷ്ണൻ, ഭർതൃമാതാവ് ദുലരി, ബന്ധു അജയ് എന്നിവരാണ് അറസ്റ്റിലായത്. കൃഷ്ണനും ബന്ധുവായ അജയും മൃതദേഹം റോഡരികിൽ തള്ളിയതാണ് കേസിൽ വഴിത്തിരിവായത്. റോഡരികിൽ മൃതദേഹം അടങ്ങിയ ചാക്കുപേക്ഷിക്കുന്നു കണ്ട പ്രദേശവാസികൾ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഇരുവരും ബൈക്കിൽ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. കേടായ മാങ്ങയാണ് ചാക്കിലെന്നാണ് പ്രദേശവാസികളോട് ആദ്യം ഇരുവരും പറഞ്ഞത്. പിന്നീട് ചത്തുപോയ വളർത്തുനായയെ ഉപേക്ഷിച്ചുവെന്നും പറഞ്ഞു. ഇതിനിടെ ഇരുവരും സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. പോലീസ് എത്തി ചാക്ക് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് മൂക്കിൽ നിന്നടക്കം രക്തം വാർന്ന നിലയിൽ രേഷ്മയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്നും നാളെയും ഈ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ജൂലൈ 13-ന് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും 14-ന് എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SFIയുടെ കേരള സർവകലാശാല സമരത്തെ രൂക്ഷമായി വിമർശിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഗവർണർക്കെതിരെ രാജ്ഭവനിൽ സമരം നടത്താം. യൂണിവേഴ്സിറ്റിയിൽ എന്തിനാണ് സമരാഭാസമെന്നും VD സതീശൻ. ഈ പരീക്ഷാ വിവാദം പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി സർക്കാർ. വിദ്യാർത്ഥികളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയെന്ന് PK കുഞ്ഞാലിക്കുട്ടി. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി. BJP സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന BJP വാർഡ് തല പ്രതിനിധികളുടെ യോഗത്തിൽ കേരള മിഷൻ 2025 അമിത്ഷാ പ്രഖ്യാപിക്കും. 2.5 മിനിറ്റിടെ 6 ഭാഗത്ത് മ്യൂട്ട്. JSK പുതുക്കിയ പതിപ്പ് സെൻസർ ബോർഡിന് സമർപ്പിച്ചു. തുടർച്ചയായി ജാനകി എന്ന പേര് മ്യൂട്ട് ചെയ്ത സിനിമയെ ബാധിക്കുമെന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ. ഇതോടുകൂടി ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.